ചാലക്കുടിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാണ്. അശ്വിൻ പാലാഴി മണ്ഡലത്തിലെ വിവരങ്ങളുമായി ചേരുന്നു. അശ്വിൻ, ഈ യാക്കോബായ സഭയുടെ നിലപാട് പ്രഖ്യാപനം, അതുപോലെ 2020 ഘടകം, ഇതൊക്കെയുണ്ട് ചാലക്കുടി മണ്ഡലത്തിൽ. എന്തൊക്കെ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതുണ്ടാക്കുന്നു? എന്തൊക്കെയാണ് ഒടുവിലത്തെ ചിത്രം? വേണു, ചാലക്കുടിയിൽ വിജയമുറപ്പെന്ന് LDF-ഉം UDF-ഉം പറയുന്നുണ്ട്. പക്ഷേ ഇത്തവണ ചാലക്കുടിയിൽ ഗതി നിർണ്ണയിക്കുക ചില നിർണായക ഘടകങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സഭാ വോട്ടുകളാണ്. സഭാ നിലപാടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് സഹായിച്ചവരെ അങ്ങോട്ടും സഹായിക്കും എന്നുള്ളതാണ് അവരുടെ നിലപാട്. അതിനൊപ്പം തന്നെ 2020യുടെ നിലപാട്, സ്വാധീനം, അത് ഈ ചാലക്കുടി മണ്ഡലത്തിൽ വളരെ നിർണായകമാണ്. 2020യുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാർലി പോളാണ്. ചാർലി പോളിനെ സംബന്ധിച്ച് അദ്ദേഹം മദ്യവിരുദ്ധ സമിതിയുടെ സജീവ പ്രവർത്തകനായിരുന്നു. അതിനുമപ്പുറം എറണാകുളം അങ്കമാലി സഭയുടെ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. അങ്ങനെ സഭാ വോട്ടുകൾ വലിയ തോതിൽ നേടാൻ സാധ്യതയുള്ള ഒരാളാണ്. അങ്ങനെ വരുമ്പോൾ അത് UDF-നാണ് ഒരുപക്ഷെ വെല്ലുവിളിയാവുക. ആ ഭയം UDF ക്യാമ്പിനുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു വോട്ട് ചോർച്ചയുണ്ടായാൽ അത് UDF-നെ പ്രതികൂലമായി ബാധിക്കുമോ എന്നുള്ളൊരു വിലയിരുത്തൽ, എന്നുള്ളൊരു ഭയം UDF-നുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് സ്ഥാനാർത്ഥിയോട് സംസാരിക്കുമ്പോൾ ബെന്നി ബെഹനാൻ പറയുന്നത്. വിജയമുറപ്പ് എന്നുള്ളതാണ് ബെന്നി ബെഹനാൻ ഉറപ്പിച്ചു പറയുന്നത്. LDF ക്യാമ്പും വലിയ പ്രതീക്ഷയിലാണ്. അതായത് ഈ UDF-ന്റെ വോട്ടുകൾ പോയാൽ, അതായത് 2020യുടെ സ്വാധീനം UDF-നെ പ്രതികൂലമായി ബാധിച്ചാൽ അത് ഗുണമുണ്ടാക്കുക LDF-നാണ്. പ്രത്യേകിച്ച് ഈ പ്രൊഫസർ C രവീന്ദ്രനാഥിൻ്റെ വ്യക്തിപ്രഭാവമൊക്കെ LDF വലിയ തോതിൽ ചാലക്കുടി മണ്ഡലത്തിൽ ഉയർത്തി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തവണ ഈസി വാക്ക് ഓവറാണ് ചാലക്കുടിയിൽ LDF-ന് എന്നുള്ളൊരു കാര്യമാണ് C രവീന്ദ്രനാഥ് സംസാരിക്കുമ്പോൾ, LDF ക്യാമ്പുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. NDA-യും വലിയ സ്വാധീന മണ്ഡലത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 6% വോട്ട് വർധന NDA-ക്ക് മണ്ഡലത്തിലുണ്ടായിരുന്നു. അത് ഇത്തവണ വർദ്ധിപ്പിക്കാനാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് NDA ക്യാമ്പ് വെക്കുന്നത്. എന്തായാലും അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ഇരു മുന്നണികളും. ഒപ്പം NDA-യും 2020യും വലിയ സ്വാധീനമാകുമെന്നുള്ള പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നുണ്ട്. പ്രചാരണം ഇപ്പോഴും തുടരുകയാണ്. സ്ഥാനാർത്ഥികൾ അവസാന വട്ടത്തിലും ഈ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്. വീണു. ശരി, അശ്വിൻ പാലാഴിയാണ് ചാലക്കുടിയിൽ നിന്നുള്ള വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.